ഗായ്സ്, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് ഒരു റിസോർട്ടല്ല, ഫാം ഹൗസ്. അതൊരു ഫാം ഹൗസിലേക്ക് വന്നിക്കാണ്. ഒരു അടിപൊളി സ്ഥലം. ഇവിടെ കൊറേ കോഴിയുണ്ട്, ടക്കുണ്ട്, പിന്നെ പ്രാവുണ്ട്, കുതിരയുണ്ട് ഞാൻ പറഞ്ഞു. ചെറിയ പിന്നെ നൈസ് സ്പോട്ട് കാണിച്ചു തരാം, ഞങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? പശു പശു ഓഫ് റോഡിങ് കണ്ടാ വന്നുള്ളത്. നമ്മള് ചെറിയൊരു അടിയിലാണുള്ളത്. അപ്പൊ അതിന്റെ ആറ്റിറ്റ്യൂഡാണ് ഓൾക്ക്. അതാരും മൈൻഡ് ആക്കണ്ട, കാര്യാക്കണ്ട. പിന്നെ ഇവിടെ കാട്ടാൻ ഇറങ്ങണ സ്ഥലത്തരെ അണ്ടാ കമ്പിട്ടിക്കണ കമ്പി കാണാണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറയാലല്ലോ. ഇല്ല എവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ബാക്കി അവിടെ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ എന്നെ കാണിക്കണില്ല വ്ളോഗില്. ഓളില്ല, ഓളോട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് അതിന്റെ വഴി. ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാ ഇതവരെ കോഴി ഫാം. ആൻഡ് നമ്മളിപ്പോ റൈറ്റിലേക്ക് പോകുന്നത് അതാണ് അവരുടെ റിസോർട്ട്. നായുണ്ടോ? നല്ല മഴയായിരുന്നു. നല്ല മഴ. എങ്ങനെയും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ബാക്കി കാണിച്ചു തരാം. ഇതാണ് കോഴി ഫാം. കോഴി ഉണ്ടാവും. ഗൈസ്, നമ്മൾ അങ്ങനെ അവിടെ എത്തി. നമുക്ക് ബാക്കി കാണാം. വണ്ടി അതെ, ഈ ഫോർച്യൂണർ എങ്ങനെയുണ്ടെന്ന് പറയുക. പുതിയ ഫോർച്യൂണർ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതെ, അപ്പൊ ഞങ്ങൾ കോഴി ഫാം കാണിച്ചു തരാം. ഇവനാണ് ഫാമിന്റെ ആള്. കോഴിനൊക്കെ ഇവൻ തന്നെ നോക്കും, ഇവൻ തന്നെ തിന്നും. പറടാ സുഹേൽ, എന്തേലും സുഹേലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചോണ്ടാ? ഫുഡ് കഴിച്ച റെഡി ആവോ? ഒരു കോഴിനെടുക്കാം. ഇവിടെ സുഖാലേ? ആട് പശു ഒക്കെ ഉണ്ട്. പശു ഉണ്ട്, വരണേ കണ്ട് ഞങ്ങള്. കുതിരനെന്തിനാണ് 2 ദിവസം മുന്നേ കുതിരപ്പുറത്ത് വെള്ളം വീത്തിട്ട് ഞാന് ആകെ എടുക്കണ പതൊക്കെ പറഞ്ഞിട്ട്. പിന്നല്ല, എത്ര ചൊങ്കന്നായിരിക്കും പൊച്ചങ്ങ് തിന്നാൻ. ശരിക്കും കോഴി ബിസിനസ് ഒരു അടിപൊളി പരിപാടിയാണ്. ഇനി നമുക്ക് ബിസിനസ് സംസാരിക്കാം. കോഴി ഫാം പിന്നെ അവിടെയും കൊറേ പരിപാടികളുണ്ട്. കോയിനെ വിളിച്ച സുഹേലെ? നല്ല മഴ, നല്ല മഴ. കുഞ്ഞി കോഴികളല്ലേ? ഷവായിക്ക് പറ്റിയ കോഴികളാ. ഇവിടെ നല്ല മഴ. പോയിന്നല്ല പറഞ്ഞ, രാവിലെ എണീച്ചെന്നാ പറഞ്ഞ. ഫസ്റ്റ് ഇവൾക്ക് എപ്പോഴുള്ള ഫോൺ വറക്കല്. ഫസ്റ്റ് ഇവിടെ അവിടെ ഫോൺ എടുത്ത് പശു പശു. ഇവിടെ കൊറേ പ്രാവുണ്ട്. നമുക്ക് കുതിരനെ കാണാൻ പോവാം.
കുറെ കോഴി ഉള്ളതാ. ഇവിടെ ടർക്കി ഉണ്ട്. ഡക്ക് ഉണ്ട്. പ്രാവ്. കോഴിയുണ്ട്. ഏഹ് ഇത് വെറൈറ്റി കോഴി സ്ഥലോ. നല്ല വെറൈറ്റിയാ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവരാണ് ഇതിന്റെ ആൾക്കാര്. ആ വരുന്നുണ്ട്, മെയിൻ ആള് വരുന്നുണ്ട്. Guys, this is the view. ദേ അവിടെ ഒരു കുതിര. പോണിയാ അതൊക്കെയല്ല, ചെന്ന് നോക്ക്. പോയോക്ക് സുഹൈൽ ബ്രോ, ഒന്ന് അതിന്റെ അടുത്ത് പോയി നോക്കാം. അത് ബാക്ക് ലൊക്കേഷൻ എങ്ങനെയുണ്ട്? സ്ഥലം കൊള്ളാലോ. ഏത് ആ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്. അത് നിങ്ങക്ക് എന്താ അറിയാ? ഇങ്ങനത്തെ പ്രൊവൈഡ് ഇൻസ്റ്റക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് നീറ്റ് കൊള്ളാലേ. അതല്ല, ഇത് എന്ത് നീറ്റ് നോക്കുക. വെള്ളം നല്ല തെളിച്ചുണ്ട്. ഞാൻ ഇങ്ങനെ അടിയൊക്കെ ഇറങ്ങാറ്റോട്ടെ. പശുവിനെ ഇറക്കണ ഞങ്ങളെ കൂട്ടത്തില് കറവക്കാരനൊക്കെ ഉണ്ട് ഗായ്സ്. പശുവിനല്ലേ പുറത്ത് കെട്ടിയിട്ടില്ലേ? ഗായ്സ് ഇതില് മത്സ്യങ്ങളുണ്ട്. മീന് പോകാതിന വരമ്പാത്തെ. ഇവരാണ് ഇതിന്റെ ആൾക്കാര്. ഒരു എത്ര ആള്? 5-6 അവര്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അയ്യോ അയ്യോ. ആൻഡ് അടിപൊളി, ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മുടെ നാട്ടിലിങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ഇത് എനിക്കല്ല ഇഷ്ടായി, ലൈക്കായി. പീസാണ്. പീസാണ്, നല്ല പീസ് പറഞ്ഞ നല്ല പീസ്. മെയിനായിട്ട് പീസ്ഫുൾ ആണ്, നല്ല വ്യൂ ഉണ്ട്. രണ്ട് ഷോട്ട് ഇങ്ങനെ 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 ആ ചായ ഉണ്ടാക്കണ്ടേ അറിയില്ല. കുറച്ച് കട്ട ഇതെന്താ പറയാ, പൊടി കൂടിപ്പോയി. കുടിച്ച് പൊടി കുറച്ചുണ്ട്. ഇൻസ്റ്റയിലാക്കാലോ. ഇത് ഒരു 16 ഏക്കറുണ്ട്. 16 ഏക്കറിൽ ഇപ്പോൾ ഇവർ കുറച്ച് സെറ്റ് ചെയ്ത് വരുന്ന ഇതാണ്. ഇപ്പോൾ ഇത്ര കഴിഞ്ഞ് ഫുള്ളായിട്ട് ഇവർക്ക് സെറ്റ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്.
അങ്ങനെ. പക്ഷെ ഇതാരും അറിഞ്ഞിട്ടില്ല. ഒരു ഹിഡൻ അടിപൊളി സ്പോട്ട്. പേയ്മെന്റ് എന്തായിരുന്നു? 8K ഉള്ളൂ. 8K. അതിൽ തന്നെ ഒരു അത്ര നിക്കാം. ഒരു 20 പറഞ്ഞേ. അത് നമ്മൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇങ്ങോട്ട് വരാൻ. എന്താ ഇത് കുതിര, ഇത് കുതിരൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റക്കായി. അവർക്ക് ഒറ്റക്കാക്കിയിട്ട് അടുത്ത സ്പോട്ടിൽ പോയി. അപ്പോൾ ഞാൻ അടുത്ത സ്പോട്ട് ഒരു കുളിക്കാൻ പറ്റുന്ന സ്പോട്ടാണെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ കുളിക്കണില്ല, നമ്മൾ ഓൾറെഡി രാവിലെ കുളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമുള്ളിടത്തേക്ക് പോവാം അല്ലേ? ഓണായതുകൊണ്ട് കുറച്ച് വെള്ളം കളിയായാലോ. എല്ലാവരും ചിരിക്കലുണ്ട്. പിന്നെ അവൻ്റെ കൂടെ കോമഡി. നീ പറഞ്ഞ ആഹാ, ഞാൻ പറഞ്ഞ ഓഹോ അല്ലേ? ഞാൻ പക്ഷെ ഇങ്ങനത്തെ കോമഡി എടുക്കാറില്ല. ചില നേരത്ത് മൗനമാണല്ലോ. സുഖത്തിൻ്റെ ടെൻഷൻ എന്താ പറയുക വയസ്സിനൊക്കെ? ഇന്ന് ഉച്ചക്ക് എന്ത് തിന്നും, അതാണ് അവൻ്റെ ടെൻഷൻ. പിന്നെ അത്രയും അധികം കോഴികളെ ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള ആ ഒരു ഇതും. പിന്നെ വേണ്ട ഇത് മൊത്തം ഫോറസ്റ്റ് പോലെ ഒരു ഫാം, പക്ക ഒരു ഫാം. ആ ഒരു രീതിയിൽ ഇതിപ്പോ ഈ വഴി നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താ? ഈ വഴിയൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താ? അയ്യോ കട്ടൻ എടുത്തില്ല. ഇത് പിടിച്ചാ കട്ടൻ എടുത്തിട്ട് സുഖയില്ലേ? പിന്നെയും കോഴി. And guys, അമ്മ അവിടെ നിന്ന് തള്ളിയുണ്ട്. എന്താ അവളുടെ ആരോ കോഴി കച്ചവടം നടത്തി MBBS പഠിക്കുന്നൊക്കെ. വേറെ ആരോ ആണ്. അവിടെ ഇതുമ്പോ നമ്മള് വെറുതെ തൊട്ട ഷോക്ക് അടിക്കോ? ഞാൻ മരിച്ച വേറെ ബോയ് ഫ്രണ്ട് നോക്കാം അമ്മു. ഷുവറാ? ഞങ്ങള് ആമനെ കണ്ടു അല്ലേ? 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം നീന്തിപ്പോയി. കാണുന്നുണ്ടോ? ഒരെണ്ണം നീന്തിപ്പോയി. നല്ല ഒഴുക്കുണ്ട്. പാർക്കിങ് തന്നെ പറഞ്ഞ പോലെ ഇരുട്ടിലെത്താ. ശരിക്കും ഇപ്പൊ ഇറങ്ങിയ ഇരുട്ടിലെത്താല്ലേ? അനക്ക് തിരക്കില്ലേ? സോയിലൊരു സീനില്ല. സോയില് കിടന്നാ മതി. പൊന്തി കിടന്നാണ്. നമുക്ക് ഇറങ്ങിയാലോ? ഇരുട്ടി പോയെന്ന് കിട്ടും. ഇതിന് കയറാൻ പറ്റില്ല. കയറാൻ പറ്റുന്ന അങ്ങോട്ട് വലിച്ചു കയറേണ്ടി വരില്ല. അണ്ടെന്താ കാട്ടുക? നീ എന്ത് ഇതില് തേങ്ങ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് വഴിയുണ്ടോ? അങ്ങോട്ട് വഴിയുണ്ടായി. ഞാൻ വന്നപ്പോ ഇങ്ങനെ അല്ല ഉണ്ടായത്. ഞാൻ വന്നപ്പോ കുളിക്കാൻ പറ്റിയ പ്യൂറായിന്. ഇവർക്കൊക്കെ നല്ല വിശപ്പിന്റെ സുഖ. ഇടക്കിടക്ക് തിന്നോണ്ടേയിരിക്കണം. പിന്നെയും കോഴി.
ഇവിടെ എന്താ ഇവര് നമുക്ക് വേണ്ടി ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? അപ്പൊ ഇതാണ് ഇത് വരുന്നത് പ്രോപ്പർട്ടി അല്ലേ? ഇതാണ് നമ്മുടെ കാണിക്കണം. എന്നാ വാ, എല്ലാരും കണ്ടില്ലേ? ഇനി നമ്മള് ഉള്ളില് കാണിച്ചു തരാം. ആരേച്ചി അഭിലാഷിപ്പ ജയിക്കുന്നു പറയുന്നു. അമ്മു ഇതൊരു റൂം. ഇത് വാഷ്റൂം. പിന്നെ റൂം കൂടി ഉണ്ട്. നമ്മളെ എന്താ പറയാ, എല്ലാരും കൂടി നിക്കണെന്നിന്റെ അടിപൊളിയാവും ആ റൂമില്. അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കയറി. ഏണിപ്പടിയാ? കോണിപ്പടി. കാണിച്ചു കൊടുത്താ? അത് ഇപ്പം ബെഡ്ഷീറ്റ് ഇല്ല. പക്ഷെ ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ടാവുക? ഇതാ തുടച്ചില്ല നീ ക്യാമറ. ഞാനിപ്പോ പുറത്തില്ലേ ഡക്കിനൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. കൊത്താൻ വരണേ നിനക്ക് ഇവിടെ കാണിച്ചോട്ടെ. ഇതാണ് പ്രോപ്പർട്ടി. ക്ലീനിങ്ങില, തിരക്കിട്ട പണിയില. അമ്മു എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതെ, അടിപൊളിയായിരുന്നു. ലൈക് ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പീസ്ഫുൾ ആണ്, ഭയങ്കര പീസാണ്. ലൈക് പിന്നെ ഓഫ്ലൈൻ ആയിട്ട് നിക്കാം. അതെ, ഓഫ്ലൈൻ കാണിച്ചു കോഴി ആ ഒറ്റീസ് ആ ഒറ്റീസ് എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും വരിക, വിസിറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.